കട്ടക്കാലിയാക്കല്ല, പെരുന്നാൾ പ്രമാണിച്ചിട്ട് കട്ടക്കാലിയാക്കുക, ഓഫറിന് കൊടുക്കുകയാണ്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഡ്രീം സെല്ലേഴ്സ് കുറഞ്ഞ ബഡ്ജറ്റിലെ കുറച്ച് വണ്ടികളായിട്ടാണ് വന്നത്. അപ്പൊ പെരുന്നാളൊക്കെയാണല്ലോ വരുന്നത്. അപ്പം സാധാരണക്കാർക്ക് വേണ്ടി ചെറിയ വിലയിൽ ഒതുങ്ങുന്ന കുറച്ച് വണ്ടികളുടെ കളക്ഷനൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ കളക്ഷനിൽ ഫസ്റ്റ് വരുന്നത് ഹോണ്ടയുടെ ആക്റ്റീവ് ആണ് കേട്ടോ. വൈറ്റ് കളർ, അത്യാവശ്യം നല്ല പെർഫോമൻസിലെ വണ്ടി തന്നെയാണ്. നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. മോഡൽ വരുന്നത് 2016 സിംഗിൾ ഓണർ ആണ്. ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഈ വർഷം അവസാനം വരെ ഉണ്ട്. പേപ്പർ കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒക്കെ എബോവ് ആവറേജ് ടയർ ഉണ്ട്. 70% എബോവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില 37,000 രൂപയാണ്. അപ്പൊ ആസ്കിംഗ് പ്രൈസ് ആണ് 37,000. വീണ്ടും വരുന്നത് ഒരു ഹോണ്ടയുടെ ആക്റ്റീവ് തന്നെയാണ് കേട്ടോ. ഇതും അത്രയും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. 2016 മോഡല്, 17 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓണർ തന്നെയാണ് വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ എബോവ് 50% ടയറും കാര്യം ബാക്കാലും ഫ്രണ്ടും ഉണ്ട്. ഇൻഷുറൻസും പേപ്പർ ഭാഗവും ഒക്കെ ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന വില വെറും 39,000 രൂപയാണ്. അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരുന്നവർക്ക് ചെറിയ രീതിയിൽ, അതായത് നിങ്ങൾ ദൂരത്തിനൊക്കെ വരുന്നവർക്കൊക്കെ പെട്രോൾ പൈസ ആയാലും എങ്ങനെയായാലും നമ്മളൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ കളക്ഷനിൽ അടുത്ത വരുന്നത് ഒരു പൾസർ 150 ആണ് കേട്ടോ. 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു ആവറേജും ബാക്ക് എബോവ് ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പെർഫോമൻസിലെ വണ്ടിയാണ്. യാതൊരുവിധ പണിയോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ഭാഗമൊക്കെ ആണെങ്കിലും നല്ല ഗുഡ് കണ്ടീഷനാണ്. അപ്പം നമ്മൾ 2015 150 ചോദിക്കുന്ന വില വെറും 35,000 രൂപയാണ്. അടുത്ത വണ്ടി നമ്മുടെ ഹോണ്ടയുടെ ഡ്രീം യുഗ ആണ് കേട്ടോ. അതായത് ചെറിയ വിലക്ക് വണ്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 30,000 രൂപക്ക് അടിയിലൊക്കെ വരുന്ന റേറ്റ്, അഫോർഡബിൾ ആയ റേറ്റിന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഹോണ്ടയുടെ ഡ്രീം യുഗ വണ്ടിയാണ്. അത്രയും നല്ല പെർഫോമൻസുള്ള വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇൻഷുറും പേപ്പറും ഒക്കെ ക്ലിയർ ആണ്. അപ്പോൾ ഫ്രണ്ട് ടയർ ഒരു ആവറേജ് ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം നല്ല ക്ലിയർ വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന വില 2014 മോഡൽ ഡ്രീം യുഗ, ചോദിക്കുന്ന വില വെറും 27,000 രൂപയാണ്. ഇനി വില കേട്ടിട്ട് ഇപ്പറഞ്ഞ വില കേട്ടിട്ട് ആരും നെറ്റൊന്നും വേണ്ട, വില കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഷോപ്പിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തായി നമ്മുടെ അടുത്ത് വന്നത് ഹോണ്ടയുടെ ഷൈൻ ആണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടികളാണ് ഷൈൻ ആയാലും യൂണിക്കോൺ, സ്പ്ലെൻഡർ ഒക്കെ. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന നമ്മുടെ ഷൈന് അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. മോഡൽ വരുന്നത് 2013 ആണ്. സെക്കൻഡ് ഓണർഷിപ്പോടാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് പുതിയ ഇൻഷൂർ ഉണ്ട്. വണ്ടി സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ടയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഒരു 90% ടയറും കാര്യങ്ങളും ഉണ്ട്. ഈ ചോദിക്കുന്ന വില വെറും 27,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ചെയ്തു തരും. പിന്നെ നമ്മൾ എടുത്തു വരുന്നത് 2018 മോഡൽ ജൂപ്പിറ്റർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില വെറും 38,000 രൂപയാണ്. 2018 മോഡൽ ജൂപ്പിറ്റർ 38,000 നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതായത് അഫോർഡബിൾ ആ റേറ്റ്, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റ് നമ്മൾ വണ്ടി കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വരുന്നത് യൂണിക്കോൺ ആണ് കേട്ടോ. ഈ വണ്ടി നമ്മൾ കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ, യൂണിക്കോൺ, സ്പ്ലെൻഡർ അങ്ങനെ വണ്ടി നമ്മൾ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അത്രയും നല്ല മാർക്കറ്റ് വാല്യൂ, റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് ഈ യൂണിക്കോൺ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇതിന് വില കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടാനുള്ളൂ വണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ വിൽക്കുന്നതും ആ ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഇത് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ ആണ്. നല്ല കണ്ടീഷൻ വണ്ടി. എൻജിൻ സൈഡ് ഒക്കെ പക്കാണ്. ടയറും കാര്യങ്ങളൊക്കെ 90% എബോവ് ഉണ്ട്. ഇൻഷുറൻസും പേപ്പർ ഭാഗം ഒക്കെ ക്ലിയർ ആണ്. വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന വില 41,000 രൂപയാണ് ചോദിക്കുന്നത്. ഇനി വീഡിയോ കണ്ടു വരുന്നവർക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ റേറ്റും കാര്യങ്ങളൊക്കെ ഇനി ഓവർ ആണോ, എന്താ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് വണ്ടികൾ ബാക്കി നമ്മൾ ഡീറ്റെയിൽസ് പോവാം. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വരുന്നത് ഒരു ആർടിആർ അപ്പാച്ചി ആണ് കേട്ടോ. അത്രയും നല്ല കണ്ടീഷൻ വണ്ടിയാണ്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിടിലൻ. ടയർ ബാക്ക് ആയാലും ഫ്രണ്ട് ആയാലും ഒക്കെ എബോവ് ആവറേജ് 70 എബോവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് വർക്കിംഗ് ആണ്. എടുത്തിട്ട് പണിയുടെ യാതൊരു കാര്യമില്ല. 2015 മോഡലാണ്. നമ്മൾ ചോദിക്കുന്ന വില ഉണ്ടല്ലോ 33,000 ആണ് ചോദിക്കുന്നത്.
ഇനി ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ ഷോപ്പിൽ നേരിട്ട് വന്നോളി, നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത് വരുന്നത് 2019 മോഡൽ V3 ആണ് കേട്ടോ ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു അവറേജ് കണ്ടീഷനാണ് ബോഡി കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഈ കണ്ടീഷനിൽ വണ്ടിക്ക് ചോദിക്കുന്ന വില വെറും 50,000 രൂപയാണ്. ഇനി അതെല്ലാം പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയ വേരിയേഷൻ നമുക്ക് ഉണ്ടാവും റേറ്റിൽ. അപ്പം ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓടിക്കുന്നതുകൊണ്ടോ ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല. അത്ര നല്ല കണ്ടീഷൻ. ഇനി റീപ്ലേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് പുതിയ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ എടുത്ത് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ചെറിയ വിലക്ക് സ്കൂട്ടി. അങ്ങനെയുള്ളവർക്ക് ചെറിയ പൈസക്ക് ഒരു സ്കൂട്ടി 2016 മോഡൽ ഫസിനോ, നല്ല കണ്ടീഷൻ വണ്ടി, യാതൊരുവിധ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പേപ്പർ പുതിയ ഇൻഷൂർ ഒക്കെ എടുത്ത് തരുന്നതായിരിക്കും. പുതിയ ഇൻഷൂറോട് കൂടി നിങ്ങളോട് ചോദിക്കുന്ന വില വെറും 32,000 രൂപയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അപ്പൊ നമ്മളെ കാറ്റഗറി ലാസ്റ്റ് ഒരു വണ്ടി വരുന്നുണ്ട് 2013 മോഡൽ FZ ആണ് കേട്ടോ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ടയറും കാര്യങ്ങളൊക്കെ എബോവ് 60% ടയർ ബാക്കായാലും ഫ്രണ്ട് ആയാലും ഒക്കെ ഉണ്ട്. അത്രയും നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില വെറും 28,000 രൂപയാണ്. അപ്പം വണ്ടി എടുക്കുന്നവർക്ക് പുതിയ ഇൻഷൂർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടി പക്ക ക്ലിയർ ആണ്, എടുത്തിട്ട് പണിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മളെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക. നമ്മളെല്ലാവർക്കും വരുന്ന എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, റേറ്റിൽ ചെറിയൊരു നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിക്കേണ്ട കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ വണ്ടിയുടെ കൂടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മളെ വിളിക്കുക. നമ്മളെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് നോർത്ത് കാരശ്ശേരിയിലാണ്. നോർത്ത് കാരശ്ശേരി റമദ കുഴിമന്തിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പം ഇതുപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.